ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത് എന്നാണ്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇമോഷണൽ സ്റ്റേജിൽ കൂടെ പോവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ളൊരു ബ്രേക്കപ്പ് ഒക്കെ ഇവർക്ക് വളരെ കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ അയാൾക്ക് ആ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് അയാൾ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കുറ്റബോധത്തിൻ്റെ ആ ഒരു ഇത് അയാൾക്ക് മറച്ചു വയ്ക്കാനും അതല്ലെങ്കിൽ അയാളുടെ ഒപ്പമുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലോട്ടൊക്കെ അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അയാൾ ഡിപ്രഷനായിട്ടിരിക്കുക, ആരോടും മിണ്ടാതിരിക്കുക, ഈ നിങ്ങൾ തമ്മിലുള്ള അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ പോകുമ്പോഴൊക്കെ അത് മറ്റുള്ളവർ കൂടെ ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് എന്തോ വിഷമമുണ്ട്. അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ചിന്തകളിലൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും എന്ന്. അപ്പോൾ ആ ഒരു രീതിയിലോട്ടൊക്കെ ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെന്ന് പറയുന്ന എനർജി വളരെ പ്യുവറായിട്ടും ആത്മാർത്ഥതയോടുകൂടിയൊക്കെ സ്നേഹിച്ചതാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിച്ചപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്തതൊക്കെ ഓർത്തൊക്കെ തന്നെയാണ് അയാൾക്ക് വിഷമമുള്ളത്. അപ്പോൾ അയാളുടെ രാത്രി സമയങ്ങളിലൊക്കെ അയാൾ കരയും, അയാൾക്ക് ഉറക്കങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ട് ചെയ്തിരിക്കുന്ന കുറ്റങ്ങളും അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് അയാളുടെ മനസ്സ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. ഇവരിപ്പോൾ ഒരു സ്ഥലത്ത് കുടുങ്ങിയിരിക്കുകയാണ് ഇവരുടെ മനസ്സ്. അതായത് നിങ്ങളോട് ചെയ്ത ഓരോ മിസ്റ്റേക്കുകളും ഓരോ ഫീലിങ്സും നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ അതിൽ എടുത്ത ഓരോ ചോയ്സുകളൊക്കെ ഓർത്ത് അയാളിപ്പോൾ ശരിക്കും റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് കണക്ഷൻ വേണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ അയാൾക്കുള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾക്ക് അതിലുള്ള ധൈര്യമില്ല. ലൈഫിനെ പറ്റിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റിയും ഓവറായിട്ടൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ തന്നെ അതായത് മൈൻഡിനെ അയാൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ഇഷ്ടത്തോടു കൂടെയൊക്കെ നിന്നതാണ്. അപ്പോൾ വളരെ ജെന്യുവനായിട്ട് നിന്നൊരു സോളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഒന്നും ഓർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതേപോലത്തെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര എനർജറ്റിക്കും ഭയങ്കര നല്ലൊരു ക്യാരക്ടറൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ സ്നേഹിച്ചപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ട്രോമാസും എന്നൊക്കെ നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഒക്കെ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചൈൽഡ്ഹുഡ് വോൺസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളും ഒക്കെ കുറച്ചൊക്കെ ഒരു വിഷമം അല്ലെങ്കിൽ എല്ലാവരും അവോയ്ഡ് ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൊരു വിഷമമൊക്കെ ഉള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സൺ വന്നപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ കേൾക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും ഒക്കെ ഒരാൾ വന്ന് എന്നുള്ളൊരു സന്തോഷം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കൂടുതൽ ടൈമും നിങ്ങൾ വളരെയധികം ആസ്വദിച്ചിരുന്നു. തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് വേണം, എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു എനർജി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മാറിയത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അങ്ങനത്തെ ഒരു ഫീലിങ്സും അങ്ങനെ ഒരുപാട് നിങ്ങൾ കൺട്രോൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു എനർജീനെ ഇങ്ങോട്ടേക്ക് തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസും അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള ചിന്തകളൊക്കെ കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രോസൺ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു പാരാലിസിസ് അങ്ങനെ വന്നൊരു അവസ്ഥയിലാണ്. അവർക്ക് മനസ്സുകൊണ്ട് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് അതിനുള്ള ശേഷിയിൽ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് സംസാരിക്കണമുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിൽ ഭയങ്കര നാണക്കേടുണ്ട് നിങ്ങളോട് ഇനി എങ്ങനെ സംസാരിക്കുമെന്നൊക്കെ ഓർത്ത്. ഇനി അവർക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ നേരെ എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ അവർക്ക് 100,000 എക്സ്ക്യൂസുകളുണ്ട്. ഓരോന്നിനും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആക്കി പറയുന്ന രീതിയിലൊക്കെ ഉള്ളൊരു സംസാരമൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് അത്രയ്ക്ക് കുറ്റബോധം അതുപോലെ തന്നെ ഒരു ഷീമും ഒക്കെ അയാൾക്ക്
അയാൾ ചെയ്തതിലൊക്കെ അയാൾക്ക് ഓർത്ത് ഭയങ്കര എന്താ പറയുക നാണക്കേടും മാനക്കേടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് അയാൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇമോഷൻസ് അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഡെപ്തിൽ നിങ്ങൾ എനർജി വലിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് നല്ല രീതിയിൽ ആ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും അവർ ലൈഫ് എന്താണ് റിയാലിറ്റി എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ അവരിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, എനിക്ക് അവനെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ അവളെ കിട്ടുമായിരുന്നു, പക്ഷെ ഞാൻ ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു പോയി. ഇനി എനിക്ക് ഈ ഒരു ഇതേപോലെ ഒരു ലൈഫിൽ എൻ്റെ ഈ ലൈഫിൽ എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് ആ ഒരു പേഴ്സണെ തിരിച്ച് കിട്ടുമോ എന്നൊരു ചോദ്യം ആ ഒരു വ്യക്തിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ചസ് നടക്കുന്ന ഒരു പീരീഡാണ്. അവരുടെ ജീവിതത്തിൽ അവർ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളെ അവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളോട് ചെയ്ത മിസ്റ്റേക്സ്, നിങ്ങളോട് ചെയ്ത കള്ളത്തരങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലോ, അതല്ല എങ്കിൽ അതേപോലത്തെ ഒരു എനർജിയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, പിന്നെ ഒരു ഈഗോ പരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എല്ലാത്തിനും ഇപ്പോഴും ഉള്ളതുപോലെ ഭയം ട്രോമാസ് മൂലമുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അയാൾ ഒളിച്ചും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ലോ ആയിട്ട് തന്നെ പോകും. സ്ലോ എന്ന് വെച്ചാൽ അയാൾക്ക് മിണ്ടണമെന്നുണ്ട്, പക്ഷെ മിണ്ടാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മാറ്റിയിട്ട് അവരവരുടെ ലൈഫ് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോയി നിങ്ങളില്ലാത്തൊരു ജീവിതം ആസ്വദിച്ച്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങളുടെ പുറകെയും അവരുടെ ആഗ്രഹങ്ങളുടെ പുറകെയൊക്കെ പോയതാണ് നിങ്ങൾ ഉപേക്ഷിച്ച്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് എന്താ പറയുക ഇപ്പോൾ തിരിച്ചവർ നിങ്ങളുടെ അടുത്തോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡയറക്ഷനിലോട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ എത്രത്തോളം അവർ പോകുന്നോ അത്രത്തോളം അവരെ നിങ്ങളുടെ അടുത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ മിസ്സിങ്ങും ഓരോന്ന് ചെയ്യുമ്പോഴും അവിടെയൊക്കെ നിങ്ങളെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അങ്ങനെയുള്ള ഒരു വിചാരങ്ങളും തോന്നലും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ പോയി നിൽക്കുന്ന ആ സ്ഥലത്ത് ഇയാൾ ആഗ്രഹിച്ചതുപോലത്തെ ലൈഫൊന്നും ആവില്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വിലയും ഒന്നും ഇല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു പേഴ്സണ് മനസ്സിലായി ഇപ്പോൾ ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ച് നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ വിചാരങ്ങൾ മാത്രമാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. പറ്റുന്ന രീതിയിലൊക്കെ അവർ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും ഒക്കെ നിൽക്കാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ട് അതൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഉള്ളിൽ അത്രയും തകർന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു രീതിയിലൊന്നും മൊത്തം ഇപ്പോൾ ആര് കണ്ടാലും അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ കണ്ടാലും അറിയാൻ പറ്റും. കാരണം വെച്ചാൽ അയാൾ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഓവറോൾ അപ്പിയറൻസ് എന്ന് പറയുകയാണെങ്കിൽ. ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ്. അതായത് പല പല പീസസ് ആയിട്ട് അയാൾ തകർന്നിരിക്കണം. അപ്പോൾ ആ ഒരു എനർജി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടെ മെച്ചുറായി, നേരത്തെ എന്ന് വെച്ചാൽ ഒരു പിള്ളേരുടെ സ്വഭാവം അല്ലെങ്കിൽ ചൈൽഡിഷ് ക്യാരക്ടറൊക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ജീവിതം കണ്ടു പഠിച്ചു ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ കുറേ കൂടെയൊക്കെ മെച്ചുറായിട്ട് ചിന്തിക്കാനൊക്കെ ആ ഒരു വ്യക്തി തുടങ്ങിയിട്ടുണ്ട്. സീരിയസ് ആയിട്ടും വേറെ രീതിയിലൊക്കെ കാണാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അയാൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജീവിക്കണം, ഇനിയെങ്കിലും റിയൽ ആയിട്ട് ലൈഫിൽ ജീവിക്കണം. പഴയ പോലെയുള്ള തമാശയെന്ന് വെച്ചാൽ തമാശയാണ്, പക്ഷെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള തമാശകളും പിന്നെ ഇഷ്ടമാണ്, അതായത് മിക്സഡ് സിഗ്നൽസ്, ഇഷ്ടമാണെന്ന് ചില സമയത്ത് തോന്നിക്കുന്നത് ചില സമയത്ത് അല്ലെന്നും അങ്ങനെയുള്ള മിക്സഡ് സിഗ്നൽസും പിന്നെ പകുതി ഇഷ്ടമല്ല അങ്ങനെയുള്ള തോന്നലുകളൊക്കെ, അതായത് നമ്മളെ പറ്റിക്കുന്ന രീതിയിലുള്ള അയാൾക്ക് അതിൽ ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ മാറ്റി റിയൽ ആയിട്ട് ലൈഫിൽ വരണം. ഇപ്പം നിങ്ങളോട് തന്നെയാണെങ്കിലും റിയൽ ആയിട്ടുള്ളൊരു ഇഷ്ടം കാണിക്കണം, ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്നൊക്കെ ഒരുപാട് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും അറിയാം അവരുടെ ലൈഫിൽ ഒരു ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അവർ വേസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു കണക്ഷൻ വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് ആണ്, അത് പാഴാക്കി എന്നൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ട്. അവരെ തന്നെ ഇതിൽ ഉപദ്രവിച്ച്, അതായത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഒരു ലൈഫായിരുന്നു നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക, നിങ്ങളെ ഞാൻ വെറുതെ പ്രോബ്ലത്തിലോട്ടാക്കി ഇതിൽ വെറുപ്പിക്കുകയും അങ്ങനെയുള്ള എല്ലാ തരത്തിലും ഹേർട്ടിങ് ഒക്കെ ചെയ്ത്, അപ്പോൾ അതൊക്കെ ഓർത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നുണ്ട്, അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ഓരോ ഇതിലൊക്കെ ഓർത്തിട്ടൊക്കെ അയാൾ വിഷമിക്കുന്നുണ്ട്.
ഇത്രയൊക്കെ വിഷമിച്ചിരുന്നാലും നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്നും ഒട്ടും പിന്മാറിയിട്ടില്ല. അയാൾ അകന്ന് പോയി സമയത്ത് പോയി ശരിയാണ്, പക്ഷെ ജീവിതത്തിലെ പല സ്റ്റേജസിലും ഒക്കെ ചെന്നപ്പോൾ അയാൾ അനുഭവിച്ചതും കണ്ടതും നേരിട്ടതും ഒക്കെ ഉണ്ടല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ മാത്രമേ അയാളുടെ ലൈഫിൽ ഇത്രയും സപ്പോർട്ട് ചെയ്തും എല്ലാ തരത്തിലും കൂടെ നിൽക്കുകയൊക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ കൂടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇട്ട് കളഞ്ഞിനിയിപ്പോൾ പോവില്ല, അയാൾ തിരിച്ചു വരും. കാരണം വെച്ചാൽ അയാൾക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അവർ നിങ്ങളെല്ലാ തരത്തിലും മനസ്സുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ആ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രോബ്ലംസിൽ നിന്നൊക്കെ അവർ മൂവ് ഓൺ ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുള്ള് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ ഹീൽഡ് ആയതിനു ശേഷവും നിങ്ങൾക്ക് അവരുടെ മെമ്മറീസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ പറ്റി കാണണമെന്നോ സംസാരിക്കണമെന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ നേരത്തെ സെൻഡ് ചെയ്യുന്ന ആ ഒരു എനർജി നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുത്തപ്പോൾ അവരുടെ മൈൻഡിൽ നിന്നുള്ള ആ ഒരു എനർജി നിങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ അയാളെ പറ്റി കൂടുതൽ ചിന്തകളും അയാൾ എങ്ങനെയാണ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് ചിന്തകൾ കാണുമല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ അയാൾക്കൊരു അവേക്കനിങ് സ്റ്റേജാണ്. അയാൾക്ക് അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അവരിപ്പോൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അയാൾ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ഫലമാണ്. ഇപ്പോൾ അയാൾക്ക് ശരിക്കും നിങ്ങളെ ഇഷ്ടമുണ്ട്, നിങ്ങളെ അയാൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എല്ലാ തരത്തിലും വേദനിപ്പിച്ചു എന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം അയാൾക്ക് ഫിക്സ് ചെയ്യണം. ഇനി അയാൾക്ക് ഇതിൽ നിന്നും ഒളിഞ്ഞു നിൽക്കാനോ മാറി നിൽക്കാനോ പറ്റത്തില്ല. നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ അയാൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. തന്നെ ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഒരു ചെറിയ തരത്തിൽ പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ എങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ ഓർത്ത് തന്നെ. പക്ഷെ അവർക്ക് ഇപ്പോൾ നിങ്ങളില്ലാത്തൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നില്ല. അവരിപ്പോൾ ഒരു കുറേ കൂടെ അവർ നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ അവർ തിരിച്ചു പോയതിനു ശേഷം അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ റിയാക്ഷൻ എന്താണ്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാലോചിച്ചും അല്ലെങ്കിൽ അവൾ ചിന്തിച്ചുമൊക്കെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തത് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് ശരിക്കും ഷോക്കായി പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാട് സ്ട്രോങ്ങും ബോൾഡും ഒക്കെ ആയി, നിങ്ങൾ വളരെ സ്വീറ്റാണ്, വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നല്ലതുപോലെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും പിന്നെ ഇയാളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതും ഒക്കെ അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം ഒരുപാട് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ വരികയും ചെയ്യും. പക്ഷേ ഗിൽറ്റി ഫീലിംഗ് അയാളുടെ ഉള്ളിൽ നല്ലതുപോലെയുണ്ട്. അയാൾക്ക് സത്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ സത്യങ്ങളും സത്യാവസ്ഥയൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തിരിച്ചു വരുമ്പോൾ ജീവിതം കുറേ കൂടെ നല്ല ബെറ്റർ രീതിയിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റും ഇവർ നിങ്ങളാൽ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു വൂൺസും കാര്യങ്ങളും ഒക്കെ അതങ്ങനെ തന്നെ ഹീൽ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഒക്കെ നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ വന്നിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു മാരേജ് അങ്ങനെ അതിനു വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ രണ്ട് സോളിനും നിങ്ങളുടെ ലൈഫ് പേർപ്പസിന് വെച്ചിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലൈഫ് പേർപ്പസാണ് രണ്ടുപേർക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു പേർപ്പസിലോട്ട് എത്താനൊക്കെ കൂടെ ആണ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ഹീൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സറണ്ടർ ആയിട്ടുണ്ട്. ആ ആളില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെ ഇപ്പോൾ ലൈഫ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പേർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു ജന്മത്തിലും കണ്ടുമുട്ടിയിട്ടുള്ളത്. അല്ല, നിങ്ങളുടെ ഹയർ സെൽഫ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നതാണ് നിങ്ങളുടെ ലൈഫ് പേർപ്പസിൽ എത്തിക്കാൻ വേണ്ടി. ചിലപ്പോൾ നിങ്ങൾ ഈ ജീവിതത്തിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേപോലെ ഒരു എന്താ പറയുക കല്യാണം കഴിക്കുകയോ അതല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കാണും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ തന്നെ അകന്നു പോയെങ്കിലും തിരിച്ചു വരുന്നതിന് കാര്യം അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു സോൾ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ കണക്ഷൻ പോയിക്കൊണ്ടിരിക്കണം. അതായത് നിങ്ങളുടെ ലൈഫ് പേർപ്പസിൽ എത്തണമെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലൊക്കെ കണക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു പുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ് പാത്തിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾ അടുത്തൊരു
പാത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഈ ഒരു ലൈഫിലുണ്ടായിരുന്ന ഒരു ടോക്സിക് പാസ്റ്റ് ലൈഫ് പാറ്റേൺ ആണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങൾ വേറൊരു ടൈപ്പ് ഓഫ് ഇതിലോട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വന്നപ്പോഴും ഈ കണക്ഷൻ പോയപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ പഴയ രീതിയിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ, അല്ലെങ്കിൽ എല്ലാം ഞാൻ ദൈവത്തിൽ വിട്ടു എന്ന രീതിയിൽ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നത് നിങ്ങളുടെ ആ ഒരു ഓൾഡ് പാറ്റേൺ കംപ്ലീറ്റ്ലി മാറി നിങ്ങൾ അതിലും കുറച്ചുകൂടെ ഹയർ ലെവലിലോട്ട് വന്നതുകൊണ്ടാണ്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്കും അതുപോലെ തന്നെയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇട്ടിട്ട് പോയത് ആ ഓൾഡ് പാറ്റേണിലാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിയും തിരിച്ച് ചിന്തിച്ച് ഇങ്ങോട്ട് വരുന്നതും നിങ്ങളായിട്ട് കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നതും രണ്ടുപേർക്കുമുള്ള നല്ലൊരു ചേഞ്ചിന് ഒരു ഇതാണ് യൂണിവേഴ്സ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് ജന്മങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈഫിലൊക്കെ നിങ്ങൾ കണ്ടുമുട്ടി പലതരത്തിലും പാർട്ട്ണറായിട്ട് മാത്രമാവണമെന്നില്ല, ലവറായിട്ട് മാത്രമല്ല, പല പല ലൈഫിലും നിങ്ങൾ പല പല രീതിയിൽ നിങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ കർമാസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാ ജന്മത്തിലും നിങ്ങൾ ഒരുമിച്ച് കാണും. അപ്പോൾ ഈ ഒരു സൈക്കിള് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണം. നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് അതൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഹയർ സെൽഫിലോട്ട് വരാൻ വേണ്ടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും എല്ലാ ജന്മത്തിലും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വേറെ ഏത് പേഴ്സൺ വന്നാലും നിങ്ങൾക്ക് മറക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സണോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തെന്നറിയില്ല, എനിക്കങ്ങ് ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. ദേഷ്യപ്പെട്ടാലും അയാൾ ക്ഷമിക്കാനും എല്ലാം അത് ഒരു പ്രത്യേക ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. പറഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതും നമുക്ക് ചാനൽ ചെയ്ത് വരുന്നതും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ രണ്ടുപേരും ഒന്നിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ലൈഫ് പേർപ്പസിനും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും പേഴ്സണൽ പവറിനും ഒക്കെ വേണ്ടിയാണ് നിങ്ങൾ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്പിരിച്വലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഷാർപ്പാവാനും നിങ്ങളുടെ എനർജീനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ ലൈഫ് പേർപ്പസിൽ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് നിങ്ങളുടെ ലൈഫ് പേർപ്പസിലോട്ട് കൊണ്ടുവരാനും ഒക്കെയാണ് ഈ ഒരു ജേർണിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പല ജന്മങ്ങളിൽ ഒരു തരത്തിലൊരു പ്രൊട്ടക്ഷനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അൺഫിനിഷ്ഡ് കർമാസ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ സോളിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി നിങ്ങളെ ആ ഒരു ഹയർ ലെവലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഒരു വ്യക്തിയുടെ രണ്ടുപേരും, നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സോളിന് നിങ്ങൾക്ക് തമ്മിലുള്ള ഡ്യൂട്ടി അതാണ്. അത് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഉള്ളതുപോലെ തന്നെ അയാൾക്ക് നല്ല രീതിയിൽ നിങ്ങളോട് കണക്ഷനുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് പോകത്തൊന്നുമില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ തന്നെ ലൈഫ് ലോങ് കാണും. പക്ഷേ അത് ഒരു സോൾ ലെവൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഹീലാവാനും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.